ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ആ വലിയ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. T20 ലോകകപ്പിന്റെ ആവേശം കെട്ടടങ്ങും മുമ്പേ ഇന്ത്യയുടെ പൂരപ്പറമ്പായ IPL-ലേക്ക് നമ്മൾ ചുവടുവെക്കുന്നു. ലോകകപ്പിൽ എതിരാളികളെ വിറപ്പിച്ച് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പട്ടം ചൂടിയ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഇനി മഞ്ഞ ജേഴ്സിയിൽ. അതെ, ലോകമെമ്പാടുമുള്ള മലയാളി ക്രിക്കറ്റ് ആരാധകർ ഇത്രയും കാലം സ്വപ്നം കണ്ട ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. മാർച്ച് 30-ന് ഗുവാഹത്തിയിലെ ബർസാപര സ്റ്റേഡിയത്തിൽ സഞ്ജു തന്റെ പഴയ ടീമായ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈയുടെ കുപ്പായത്തിൽ ഇറങ്ങുകയാണ്. സഞ്ജുവും ഋതുരാജ് ഗെയ്ക്വാദും ഒന്നിക്കുന്ന ആ പവർഫുൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഈ സീസണിലെ ഗതി മാറ്റുമോ? അതോ ധോണിയുടെ തന്ത്രങ്ങളിൽ സഞ്ജു മറ്റൊരു റോളിലാണോ എത്തുക? നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യഘട്ടത്തിലെ 20 മത്സരങ്ങളുടെ ഷെഡ്യൂൾ പുറത്തുവന്നു. മാർച്ച് 28-ന് രാത്രി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു മുൻ ജേതാക്കളായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ലോകമെമ്പാടുള്ള മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു സാംസണിന്റെ അരങ്ങേറ്റത്തിനാണ്. മാർച്ച് 30-ന് ഗുവാഹത്തിയിലെ ബർസാപര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സഞ്ജുവിന്റെ പഴയ ടീമായ രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് CSKയുടെ ആദ്യ പോരാട്ടം. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യയുടെ ഹീറോയായ ശേഷം സഞ്ജു കളിക്കുന്ന ആദ്യ മത്സരമെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. സഞ്ജുവിന്റെ വരവോടെ കൂടുതൽ ശക്തരായ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ അവരുടെ സാധ്യതാ പ്ലേയിംഗ് 11 എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. T20-യിൽ തന്റെ ഫേവറിറ്റ് ബാറ്റിംഗ് പൊസിഷൻ ഓപ്പണിംഗ് തന്നെയാണെന്ന് കഴിഞ്ഞ ലോകകപ്പിലൂടെ സഞ്ജു വീണ്ടും തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലും അദ്ദേഹത്തിന് ഇതേ റോളിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളി ഇന്ത്യൻ കൗമാരതാരവും അണ്ടർ 19 ടീമുകളുടെ ക്യാപ്റ്റനുമായ ആയുഷ് മഹാത്രയാണ്. കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി റീപ്ലേസ്മെന്റായി ചെന്നൈക്കൊപ്പം ചേർന്ന് ഓപ്പണിംഗിൽ ലഭിച്ച അവസരത്തിൽ 50 അടക്കം നേടി മിന്നിച്ച താരമാണ് മാത്രേ. ഇതോടെ സീസണിനു ശേഷം 17-കാരനായ മുംബൈ താരവുമായി CSK സ്ഥിരം കരാറും ഒപ്പുവെച്ചു. സഞ്ജുവിനെപ്പോലെ തന്നെ വളരെ ക്ലാസിക് ശൈലിയിൽ അതോടൊപ്പം അഗ്രസീവുമായി ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളുമാണ് മാത്രേ. ഈ പുതിയ ഓപ്പണിംഗ് ജോഡി ക്ലിക്കായാൽ ചെന്നൈയുടെ മിന്നുന്ന പ്രകടനം തന്നെ സീസണിൽ പ്രതീക്ഷിക്കാം. വൺ ഡൌണായി 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുക ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും. ഓപ്പണർമാരെപ്പോലെ തന്നെ ക്ലാസിക് ഷോട്ടുകളുടെ മറ്റൊരു വക്താവാണ് അദ്ദേഹം. ഋതുവിന് ശേഷം 4-ാമനായി സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് ബാറ്റർ ഡെവാൾ ബ്രെവിസിന്റെ ഊഴമായിരിക്കും. ബേബി AB എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം കഴിഞ്ഞ സീസണിലാണ് ഇഞ്ചുറി റീപ്ലേസ്മെന്റായി ചെന്നൈയുടെ ഭാഗമായത്. മികച്ച ചില ഇന്നിംഗ്സുകളിലൂടെ അദ്ദേഹം ബാറ്റിംഗിൽ സാന്നിധ്യമറിയിച്ചു. ഇതാണ് ബ്രെവിസുമായി സ്ഥിരം കരാറുണ്ടാക്കാൻ CSKയെ പ്രേരിപ്പിച്ചത്. ബ്രെവിസിന് പിന്നാലെ 5-ാമനായി വമ്പനടിക്കാരനായ ഓൾറൗണ്ടർ ശിവം ദുബെയുണ്ട്. ലോകകപ്പിലെ തകർപ്പൻ പ്രകടനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വരവ്. ശിവം ദുബെയ്ക്ക് ശേഷം 6-ാമനായി കളിക്കുക യുവതാരം സർഫറാസ് ഖാനായിരിക്കും. റെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് എന്ന ചട്ടക്കൂടിൽ നിന്നും പുറത്തുകടന്ന അദ്ദേഹം ഇപ്പോൾ T20-യിലും റൺസ് വാരിക്കൂട്ടുകയാണ്. കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്കായി സർഫറാസ് ഒരുപാട് റൺസും സ്കോർ ചെയ്തിരുന്നു. സർഫറാസ് കഴിഞ്ഞാൽ 7ഉം 8ഉം സ്ഥാനങ്ങളിൽ ഫിനിഷർമാരുടെ റോളിൽ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ ധോണിയും ഓൾറൗണ്ടർ രാമകൃഷ്ണ ഘോഷും ഉണ്ടാവും. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് ഘോഷ്. ഇവർക്ക് ശേഷം ബൌളർമാരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഉണ്ടാവുക. അഫ്ഗാനിസ്ഥാന്റെ നൂർ അഹമ്മദായിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. പേസാക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഖലീൽ അഹമ്മദായിരിക്കും. അദ്ദേഹത്തിന് കൂട്ടായി ഓസ്ട്രേലിയയുടെ നദാൻ എല്ലിസും ടീമിലുണ്ടാവും. സഞ്ജുവും ആയുഷ് മാത്രയും ചേർന്നുള്ള ഈ പുതിയ ഓപ്പണിംഗ് ജോഡിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഞ്ജു ഇത്തവണ ചെന്നൈയെ കിരീടത്തിലേക്ക് നയിക്കുമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ പുത്തൻ വാർത്തകൾ വേഗത്തിലറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.